സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോൺഫിഡൻസ്. എനിക്ക് ഇന്നലെ വന്നൊരു കമന്റ് ആയിരുന്നു, സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ആവുന്നതിനെ കുറിച്ച് പറയൂ. ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ചെയ്യാൻ ട്രൈ ചെയ്യും. സോ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ്. കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് ഐ എം ഗുഡ്, ലൈക്ക് ഐ എം ബ്യൂട്ടിഫുൾ, ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഹൈ ഫ്രീക്വൻസി ഹൈ വൈബ്രേഷൻ തരുന്ന ഒരു ആക്സസറി ആണ് ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ് ഇടുന്ന പോലെ, അടിപൊളിയായിട്ടുള്ള ജ്വൽസ് ഇടുന്ന പോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ഒരാൾക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി ആണ് കോൺഫിഡൻസ്. അതിപ്പോ ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആക്സസറി ആണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ എല്ലാ രീതിയിലും, വർക്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും എല്ലാ രീതിയിലും നമ്മളെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് കോൺഫിഡൻസ്. സോ അത് എല്ലാവരും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ചില ആൾക്കാർ പറയാറില്ലേ അണ്ടർ കോൺഫിഡന്റ് ആണ്. ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. കാരണം എനിക്കിപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. എനിക്ക് 10th ഫുൾ മാർക്ക് കിട്ടിയ സമയത്ത്, അതുപോലെ 12th ഫുൾ മാർക്ക് ആയിരുന്നു. ആ സമയത്തൊക്കെ ട്രോഫി കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. സോ അവിടെയൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ വിളിക്കുന്നൊന്നും ഞാൻ പോയിട്ടില്ല. 10th പോയില്ല 12th പോയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ എന്താ സംസാരിക്കുക, എന്താ ചെയ്യാം, എനിക്ക് പറ്റുന്ന ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. പറഞ്ഞാൽ 12th ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെല്ലെ മെല്ലെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര അണ്ടർ കോൺഫിഡന്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് വേണമെങ്കിലും കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതൊരു സ്കില്ല് മാത്രമാണ്, വേറെ ഒരു സംഭവമല്ല. അപ്പൊ എനിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ട്, എനിക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിച്ച് എവറി ഡേ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അത് ചെയ്തെടുക്കാൻ പറ്റുന്ന 100% ഷുവർ ആണ്. ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ബ്രീഫായിട്ട് പറയാം. അത് നിങ്ങൾക്ക് മറ്റുള്ള കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാം. ഒരു 5 പോയിന്റ്സ് കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നോ യുവർ ടോപ്പിക് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അതായത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വേണം. നിങ്ങൾ തന്നെ ബ്ലാ 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 എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കും മനസ്സിലാവില്ല, നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക് വ്യക്തമായിട്ട് അറിയാം. എനിക്കറിയാം ഞാൻ കോൺഫിഡൻസ് കുറിച്ച് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 5 പോയിന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് എന്താ പറയാ, ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, എന്താണ് പറയാൻ പോകുന്ന കാര്യം ഓൾറെഡി നിങ്ങളുടെ മൈൻഡിനകത്ത് ക്ലിയർ ആയിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, പ്രാക്ടീസ് വിത്ത് ദ ക്യാമറ ഓൺ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ മിററിന്റെ ഫ്രണ്ടിൽ നോക്കി പറയാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ലെൻസ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പറയല് എന്താണ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നവര്. സോ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്റ്റേജിലായിക്കോട്ടെ കയറി സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 10th 12th ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയിരുന്നു സംസാരിക്കും. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ടു ക്രിയേറ്റിംഗ് കണ്ടന്റ്സ്, ഞാൻ ലെൻസിന്റെ മുന്നിൽ പറഞ്ഞ് എനിക്ക് ശീലമായിപ്പോയി. ഇനീഷ്യലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ചെയ്ത് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ ഓക്കെ ആയപ്പോൾ പിന്നീട് എനിക്ക് കുറെ അവിടെ സ്റ്റേജിൽ സംസാരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അത് 5000-6000 ആൾക്കാരുടെ ഫ്രണ്ടിൽ സംസാരിക്കാൻ എനിക്ക് വേറെ ഒരു മടിയുമില്ല. കാരണം ഐ നോ ദാറ്റ് ഞാൻ എന്താ സംസാരിക്കുന്ന കാര്യം എനിക്ക് അറിയാം. എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഫോക്കസ് ഓൺ 1 person നോട്ട് ആൻ ഓഡിയൻസ്. കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു പ്രഷർ ആദ്യം നമ്മൾ മൈൻഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരാളുടെ സംസാരിക്കുന്നത് എന്ന രീതിയിൽ അയാൾക്ക് നമ്മൾ പറയുന്ന വേർഡ്സ് അയാളുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമാണ്, നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ അയാളോട് ഷെയർ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ഒരു പേഴ്സണോട് സംസാരിക്കാനെന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ പ്രഷർ കുറച്ച് കമ്മിയാവും. നമുക്ക് നമ്മുടെ ആ ലെൻസ് നമ്മുടെ ഫ്രണ്ട് ആയിട്ട് മാറും സംസാരിക്കുന്നതിനായി. നാലാമത്തെ കാര്യമാണ് സ്ട്രോങ് പോസ്ചർ. നമ്മുടെ ഒരു ഇരിക്കുന്ന രീതി, അതായത് നിങ്ങൾ ഓവറായി ഇരിക്കണം എന്നല്ല, നമ്മൾ നോർമലി കാഷ്വൽ ആയിട്ട് ഇരിക്കുക. ഓവറായിട്ട് നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഡിസ്കംഫർട്ട് ആവുക. അതായത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഫ്ലോലെസ് ആയിട്ട് വേണം. പക്ഷെ എന്താണ് ഫ്ലോലെസ് ആയിട്ടുള്ളത്? ഒന്നും ഫ്ലോലെസ് അല്ല. സോ നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് ഇരിക്കാം. എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു രീതിയിൽ നോർമൽ ആയിട്ട് ഒരു ഗുഡ് പോസ്ചർ. കാരണം അത് നമ്മുടെ വോയിസിനെ സ്ട്രോങ്ങർ ആക്കും. കുറച്ചുകൂടി നമ്മുടെ വോയിസ് സ്ട്രോങ്ങർ ആകുമ്പോൾ നമ്മുടെ പ്രസൻസ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവും ആ ഒരു രീതിയിൽ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കൈ ആയിക്കോട്ടെ, സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ പോകുന്നതായിക്കോട്ടെ, ഞാൻ ആർട്ടിഫിഷ്യലി ആക്കുന്നതല്ല. എനിക്ക് എന്റെ ഏത് വീഡിയോകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഞാൻ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ അങ്ങനെയും പോകുന്നുണ്ട്. സോ നമ്മൾ ചെയ്താവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പോസ്ചറിൽ ചെയ്ത് മെല്ലെ റെഡി ആയി വരും. അഞ്ചാമത്തെ കാര്യമാണ് അക്സെപ്റ്റ് ദ ഇംപെർഫെക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പെർഫെക്ഷൻ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം പല ആൾക്കാരും പെർഫെക്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു ട്രിഗർ ഉണ്ടാവും. ലൈക്ക് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു വെപ്രാളായിരിക്കും. അതേസമയം എന്താ അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ഒരു കാര്യം പെർഫെക്റ്റ് ഒന്നും അല്ല ആര് ചെയ്യുന്നതും. എല്ലാത്തിനും പല മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ചിലപ്പോൾ പൊട്ടത്തരം ഉണ്ടാവുമായിരിക്കും. പക്ഷെ സ്റ്റിൽ നൗ ഐ ഡോണ്ട് കെയർ. ഞാനത് എങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിലും, ഞാനിപ്പോ എന്ത് സത്യം പറയുന്നത് പൊട്ടത്തരം പറയാനും കോൺഫിഡൻസോട് നിന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിന്ന് വ്യക്തിക്ക് അറിയില്ല അത് പൊട്ടത്തരമാണോ ഉള്ളതാണോ ഇല്ല എന്നുള്ള കാര്യം എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ലിറ്ററലി. സോ നമ്മുടെ വേർഡ്സിൽ ആ ഒരു പവർ ഉണ്ടായാൽ മതി. ആ വേർഡ്സിൽ ആ ഒരു പവർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ ഒരു ഇംപെർഫെക്ഷനെ അക്സെപ്റ്റ് ചെയ്യാം. മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റും. അപ്പൊ ആ തെറ്റ് പറ്റുന്നിടത്ത് കോൺഫിഡൻസ് ഇല്ലാതായി എന്നുള്ളതല്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള പെർഫെക്റ്റ് വേർഡിങ്ങിനെക്കാളും ഒരു അടിപൊളി എനർജി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് കോൺഫിഡൻസ് ബിൽഡ് ആവുന്നത്. അത് ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് വായിന്ന് വീണാലും ഒരു കുഴപ്പമില്ല. ബിക്കോസ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക. പെർഫെക്ഷന്റെ പിന്നാലെ ഓടാതിരിക്കുക. അങ്ങനെ ഓടിയിട്ട് ഒരു കാര്യമില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺഫിഡൻസ് റിഗാർഡിംഗ് സ്പീക്കിംഗ്. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, ഐ ആം കോൺഫിഡന്റ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ പറയുന്നൊരു കാര്യമാണ്,
വൈ ടു ഫിയർ? ഈ കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിൽ നമ്മൾ പേടിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പറയാം, അയ്യോ അവന് മുന്നിൽ എന്ത് പോയി പറയാം, അവരെന്താ വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആരെന്ത് വിചാരിക്കാനാ പോകുന്നത്? നോ വൺ കെയർസ്, നത്തിങ്. അത് ഞാൻ പറഞ്ഞ നോ ബഡി കെയർസ് അൺടിൽ യു വിൻ, ടു ബി ഓണസ്റ്റ്. സോ ഇവരെയൊന്നും വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ബി കോൺഫിഡന്റ് ബൈ യുവർ സെൽഫ്, ബൈ യുവർ ബോഡി, ബൈ യുവർ പോസ്ചർ, ദ വേ യു ആർ ടോക്കിംഗ്, ദ വേ യു ആർ ലുക്കിംഗ് ആൻഡ് എവറിഥിങ്. മറ്റുള്ളവർ എന്തോ വിചാരിച്ചോളൂ, മറ്റുള്ളവർക്ക് നമ്മുടെ ഇംപെർഫെക്ഷൻസ് കണ്ടെത്താനേ സമയമുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മുടെ ഇംപെർഫെക്ഷൻസ് കണ്ടെത്തുന്നത്? നമ്മുടെ ഉള്ള പോസിറ്റീവ്സിനെ അഡ്മയർ ചെയ്യുക. നമ്മളെ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്, നമ്മുടെ ഓരോ സ്കിൽസ് ആയിക്കോട്ടെ, ചില പറ്റിയുള്ള സ്കിൽസ് ഉണ്ടാവും, ചിലർക്ക് വീഡിയോ ഓട്ടോമാറ്റിക്കലി അവർ പഠിക്കാതെ തന്നെ അവർ പ്രോപ്പർലി എഡിറ്റ് ചെയ്യാൻ, ഷൂട്ട് ചെയ്യാനൊക്കെ അവർക്കൊരു കഴിവുണ്ടാവും. അത് അവരുടെ ടാലന്റ് ആണ്. ചില ആൾക്കാർ ചില സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കും. സോ നമ്മൾ എങ്ങനെയാണോ ദൈവം പഠിച്ചു വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഗ്രോൺ അപ്പ് ആവുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, ഓരോ എഫേർട്ട് ഇടുന്നതായിക്കോട്ടെ, നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, നമുക്കുള്ള കാര്യങ്ങളിൽ അൾട്ടിമേറ്റ്ലി കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുക. ദാറ്റ് ഐ ആം യൂണിക്, ഐ ആം കോൺഫിഡന്റ് ഇൻ മൈ വേ. അത് മറ്റുള്ളവരുടെ കണ്ണിൽ എന്തോ ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അവരവരുടെ ജീവിതം ജീവിക്കുന്നു, ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നു എന്റെ രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട്. മറ്റൊരു വ്യക്തിയല്ല ഞാൻ എത്ര കോൺഫിഡന്റ് ആണ് അണ്ടർ കോൺഫിഡന്റ് ആണ് തീരുമാനിക്കേണ്ട കാര്യം. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് അങ്ങനെയല്ല എല്ലാവർക്കും എതിർത്ത് അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ ഇൻ മൈ വേ, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. എനിക്ക് എന്റെ ഒരു അണ്ടർ കോൺഫിഡൻസും കാണുന്നില്ല. ദ വേ ഐ സ്പീക്ക്, ദ വേ ഐ ലുക്ക്, ഇൻ ഓൾ വേ, ദ വേ ഐ സ്പീക്ക്, ഐ എം ഗുഡ് ആൻഡ് ഐ വിൽ ഇംപ്രൂവ് മൈസെൽഫ് എവറി ഡേ ടു ബിക്കം മോർ കോൺഫിഡന്റ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആയിക്കോളും. ഇഫ് ആർ ആൻ അണ്ടർ കോൺഫിഡൻസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീക്കിംഗിലാണ് കുറച്ചൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ 5 കാര്യങ്ങൾ, കുറച്ചൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കാൻ നോക്കുക, ഇംപെർഫെക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക, ഒരാളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നോക്കുക. അപ്പൊ ആ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മെല്ലെ മെല്ലെ കോൺഫിഡൻസ് ബിൽഡ് ആവും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.